ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു കിടിലൻ വത്തക്ക വെള്ളവുമായിട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ. ഇത് കുറച്ച് വെറൈറ്റിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ കിടിലൻ വാട്ടർമെലൺ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കഷ്ണം വത്തക്ക ഇതുപോലെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് പഞ്ചസാരയേ ഉള്ളൂ കേട്ടോ ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വത്തക്ക ഉടച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങ ചിരവിയതിന് ശേഷം അതിൻ്റെ പാലെടുത്തതാണ്. തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവിയതിലോട്ട് ഏകദേശം ഞാനിപ്പോൾ ഒരു കപ്പ് പാലൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള ഒന്നാം പാലുണ്ടല്ലോ അതാണ് കേട്ടോ ചേർക്കേണ്ടത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ വത്തക്കയുടെ കൂടെ പശുവും പാൽ ചേർക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ടേസ്റ്റും ഹെൽത്തിയാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് റോസ് സിറപ്പാണ്. അപ്പോൾ നമ്മൾ റോസ് സിറപ്പ് ചേർത്തതിന് മുമ്പ് ഒരുപാട് വെറൈറ്റി വത്തക്ക വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു സിമ്പിളായിട്ടുള്ള വത്തക്ക വെള്ളമാണ്. അപ്പോൾ ഈ റോസ് സിറപ്പൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. പിന്നെ റൂഹ് ഹഫ്സ എന്ന് പറയുന്നതും ഈ റോസ് സിറപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ആദ്യം 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നല്ല മധുരം വേണ്ടാന്നുള്ളവർ ആദ്യം നമ്മൾ പഞ്ചസാര ചേർത്തല്ലോ അത് ഒഴിവാക്കാം കേട്ടോ. വെറും റൂഹ് ഹഫ്സ മാത്രം ചേർത്താൽ മതി. അതായത് റോസ് സിറപ്പ് മാത്രം ചേർത്താലും മതി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വത്തക്കയും തേങ്ങാപ്പാലും അതുപോലെ ഈ റോസ് സിറപ്പും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ സാധാരണ വത്തക്ക വെള്ളം ഉണ്ടാക്കുന്ന പോലെയല്ല, ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയിയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വീഡിയോസൊക്കെ ഫുള്ളായിട്ടൊന്ന് കാണുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി ഇഫ്താർ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്